പുഷ്പയിലേക്ക്. പുഷ്പ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത പോത്തുണ്ടിയിൽ തന്നെ ഈ പ്രതി ഉണ്ട് എന്നതാണ്. അവിടം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടക്കുന്നു, അവിടെ അയാളെ കണ്ടു എന്ന വിവരം വരുന്നു എന്നൊക്കെയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? അത് അങ്ങനെ തന്നെയാണ്. സജിത മരിച്ചിട്ടും പിറ്റേ ദിവസം തന്നെ ചേച്ചി മരിച്ച പിറ്റേ ദിവസം തന്നെ കിട്ടിയല്ലോ. ഇവിടെ തന്നെയാണ് പിടികൂടിയത്. അവിടെ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ തന്നെ, അവിടെ അതിനടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് നിങ്ങളും കരുതുന്നു അല്ലേ? ഞങ്ങളും കരുതി. അത് കഴിഞ്ഞ പ്രാവശ്യം സജി മരിച്ചപ്പോഴും അതേ ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം തന്നെ ശനിയാഴ്ച ചേച്ചി മരിച്ചു, ഞായറാഴ്ച വൈകുന്നേരം കിട്ടി. വലിയ തെരച്ചിൽ പോലീസ് നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ പ്രതിയെ പിടികൂടാനാകും എന്നൊരു പ്രതീക്ഷ നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? ഉണ്ട്. അവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയമാണോ? ഇപ്പോൾ പോലീസ് നിങ്ങളുടെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ജനങ്ങൾ വലിയ ഭീതിയിലാണെന്നൊക്കെ മനസ്സിലാക്കി സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട് എങ്കിലും ഭയമാണോ നിങ്ങൾക്ക്? ഭയമാണ്. ഞങ്ങളിപ്പോ അമ്മായിന്റെ മകന്റെ വീട്ടിലാ ഇരിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിലല്ല ഇരിക്കുന്നത്. അവിടെ നിന്ന് ഈ ഭീതി മൂലം നിങ്ങൾ അങ്ങോട്ട് മാറുകയായിരുന്നു അല്ലേ? ഇത് ഒരുപാട് ദൂരെയാണോ അവിടെ നിന്ന്? മാറുകയാണ്. ഇല്ല, അടുത്തന്നെ. പുഷ്പ, ഈ സംഭവം ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഒരുപാട് പേരുടെ ലിസ്റ്റ് കയ്യിലുണ്ടായിരുന്നു, ഇയാൾ കൊല്ലാൻ ഉദ്ദേശിച്ചവരുടേതെന്നൊക്കെ പറഞ്ഞു. അതിലൊരാളാണ് പുഷ്പ എന്ന് താങ്കൾ തന്നെ പറയുന്ന വീഡിയോ നേരത്തെ കേട്ടിരുന്നു. അപ്പോൾ താങ്കളും ഭയത്തിലായിരുന്നോ? ഇയാൾ ജാമ്യം കിട്ടി വന്ന ആ ദിവസം മുതൽ ഭയങ്കര പേടിയിലായിരുന്നു? അയാളെ കണ്ട് ഞാനാണ് ആദ്യം കണ്ടത്, ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങണത്. അപ്പൊ തന്നെ എനിക്ക് ഭയമായി. അന്ന് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു. 29 അല്ലേ? ഡിസംബർ 29. ഇല്ല 25, 26 തീയതി. 29 അഖിലയും അഖിലന്റെ അച്ഛനും പോയി പറഞ്ഞത്. അപ്പോ അഖില പരാതി കൊടുക്കുന്നതിന് മുൻപേ താങ്കളാണ് പരാതി കൊടുത്തത്? ഞങ്ങളാണ് 3 പ്രാവശ്യം ഞാനാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞത്. അപ്പൊ അത്രമാത്രം വെച്ചാൽ അവരുടെ സജിതയുടെ വീട്ടുകാർക്കുള്ളതിനേക്കാൾ ഭയം താങ്കൾക്കുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എന്നെയാണ് അവര് വകവരുത്താ പറഞ്ഞിട്ടിരിക്കുന്നത്. സജിത കഴിഞ്ഞാൽ പിന്നെ എന്നെയാണ് അയാളുടെ പേര് അയാൾ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നു പോലീസിന്റെ മറുപടി? പോലീസിന്റെ മറുപടി പറഞ്ഞ, ഞാൻ ആദ്യം പോയപ്പോ അയാള് പിന്നെ അയാളൊന്നും പറയില്ല. അയാള് നിങ്ങൾ ശ്രദ്ധിക്കണ്ട, നിങ്ങളെ കൈ കൊണ്ട് കാണിച്ചോ, കണ്ണു കൊണ്ട് കാണിച്ചോ, മൂക്ക് കൊണ്ട് കാണിച്ചോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഒന്നും കാണിച്ചില്ല സാറേ, അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങളെ കണ്ടപ്പോ ഞങ്ങക്ക് ഭയമാണ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒന്നും കാണണ്ട, അപ്പൊ ശരി ഫോൺ വിളിക്ക്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ ഫോൺ വിളിക്കാൻ പറഞ്ഞു. പിന്നെ തിരിച്ചു വന്ന് 2 ദിവസം കഴിഞ്ഞ് പിന്നെയും പോയി, ഞാനും എന്റെ മകളും കൂടി പോയി പറഞ്ഞപ്പോ അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോൺ വിളിക്ക്, അയാള് ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഞങ്ങൾക്കൊന്നും ചെല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പറഞ്ഞ കോർട്ടിൽ പോയി പറയാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് 3ാമത്തെ പ്രാവശ്യം പോയി ഞാൻ കടലാസ് എല്ലാവരുടെ അടുത്തും ഒപ്പ് വാങ്ങിയിട്ട് പോയി കടലാസ് കൊടുത്തത്. അപ്പോ 3ാമത്തെ പ്രാവശ്യമാണ് പിന്നെ ഇവിടെയുള്ളവര് 10-45 പേരിന്റെ ഒപ്പ് വാങ്ങിയിട്ട് പോയിട്ട് ഞാൻ പരാതി കൊടുത്തത് കടലാസിൽ. പിന്നെ ഒരു പ്രാവശ്യം ഇപ്പൊ അവര് എഴുതി, എന്താണ് അവിടെ നിന്ന് വന്നാണ് പോത്തുണ്ടി പുഷ്പ പറഞ്ഞിട്ട് പരാതിയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെറുതെ വെച്ചു. വെറുതെ വരണ്ട. പിന്നെ 3ാമത്തെ പ്രാവശ്യമാണ് മാനസികമാണോ, എന്നാൽ അയാൾ എവിടെങ്കി കൊണ്ടാക്കി കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാങ്ങി വെച്ച്. ഞാൻ മാത്രം പോയില്ല, രാജി ചേച്ചി മനു ഉണ്ടായിരുന്നു കൂടെ. അത്ര മാസ് പെറ്റീഷൻ, ഇത്രയും പേര് ഒപ്പിട്ട പരാതി കൊടുത്തിട്ടും പോലീസ് അനങ്ങിയില്ല അല്ലേ?
അനങ്ങിയില്ല. അത് കഴിഞ്ഞിട്ടാണ് അഖിലിന്റെ അച്ഛനും ഞങ്ങൾ കൊടുത്തതിന്റെ ഇല്ല, അപ്പൊ നിങ്ങളെല്ലാം ബാധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ വന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് അഖിലിന്റെ അച്ഛനും വന്നിട്ട് ഞായറാഴ്ച അവര് പോയി ഉച്ചക്ക് കൊടുത്തത്. അപ്പൊ തന്നെ വൈകുന്നേരം പോലീസ് വന്നു, ഇയാളെ CO സാറ് പോകാൻ പറഞ്ഞിട്ട് പറഞ്ഞു. ഇപ്പൊ ഇവര് ഒരേ തെറിയായിരുന്നു, എന്നെ പണി പടക്കം വെച്ച് എറിയാൻ വന്നു രാത്രി. ആ പരാതി കൊടുത്തന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞു ഇയാള് പറഞ്ഞു. ആ പരാതി കൊടുത്തപ്പോ അന്ന് പോലീസ് വന്നപ്പോ അയാള് പറഞ്ഞ വാക്കാണ്, എന്നെ പന്നി പടക്കം വെക്കാൻ എറിയാൻ നിന്നു, ഇന്നലെ രാത്രി ഭയങ്കര ബഹളമായിരുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ അറിയാതെയല്ല, എന്റെ മക്കളൊക്കെ വലിയ ഉദ്യോഗസ്ഥത്തിൽ ഇരിക്കണം കണ്ടാണ് ഞാൻ മിണ്ടാതെ ക്ഷമിച്ചിരുന്നതെന്ന് അയാളെന്ന് പറഞ്ഞു. ഇപ്പൊ SHOക്ക് സസ്പെൻഷൻ എന്നൊരു വാർത്ത സാറിന്റെ അടുത്ത് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു എനിക്ക് ഒന്നും കേക്കണ്ട. ഇപ്പോൾ SHOക്ക് സസ്പെൻഷൻ എന്നൊരു വാർത്ത വരുന്നുണ്ട്, അവർക്ക് തെറ്റ് പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന്. അത് ആശ്വാസമാണോ? ഇപ്പൊ എന്ത് വാക്ക് വന്നിട്ട് എന്താ കാര്യം മാഡം? ആശ്വാസമായിട്ട് എന്താ കാര്യം? രണ്ട് ജീവൻ പോയില്ലേ, ഇനിയിപ്പോ എന്താണ്? ഒരു കുടുംബമേ മക്കൾക്ക് ആരും അത് പറയും, അച്ഛനും ഇല്ല അമ്മയും ഇല്ലാതായില്ലേ. ഇനിയിപ്പോ അവർക്ക് കിട്ടിയിട്ട് അവർക്ക് 6 മാസം കഴിഞ്ഞ് ജോലിയായി. ശരി, മക്കൾക്ക് നന്ദിയും തളയും കിട്ടുവോ? തുടരുന്നുണ്ട് പുഷ്പ. ഇപ്പോൾ വരുന്നത് പോത്തുണ്ടിയിൽ തന്നെ ഉണ്ട് എന്നതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ കൊലപാതകം നടത്തി എങ്ങനെയാണോ ഒളിച്ചിരുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇത്തവണയും പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഈ പോലീസിന്റെ കാര്യം നേരത്തെ പറഞ്ഞുവല്ലോ, നടപടി ഉണ്ടായി, ഇനി എന്ത് വന്നിട്ട് എന്താണ് എന്ന് ചോദിച്ചുവല്ലോ. വലിയ കുറ്റകരമായ അനാസ്ഥ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് തന്നെയാണോ നിങ്ങൾ കരുതുന്നത്? പോലീസ് കുറച്ചെങ്കിലും ഒരു ജാഗ്രത കാട്ടിയിരുന്നെങ്കിൽ ഒഴിവാക്കാനാകുമായിരുന്നോ ഈ കൊലപാതകം? ഇല്ല 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 ഒരിക്കലും ഇല്ല. ഇല്ല 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 കൊലപാതകം ഒരിക്കലും ഇല്ല. ഞാൻ എടുത്തതും കൂടി പോലീസുകാരെടുത്തില്ല. നിങ്ങൾ പറയുന്നതൊന്നും മുഖവിലക്കെടുക്കാൻ അവർ തയ്യാറായില്ല അല്ലെ? ആ ഘട്ടത്തിൽ എന്ത് വന്നു പരാതി? ഇല്ല 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 എന്നെ ശ്രദ്ധിക്കാൻ അവര് നിന്നില്ല. 3 പ്രാവശ്യം ഞാൻ പരാതിയും കൊണ്ട് പോയപ്പോഴും ശ്രദ്ധിച്ചില്ല. അവര് വാങ്ങിയിട്ടുള്ള മാനസികമാണെങ്കിൽ എന്തെങ്കിലും ആശുപത്രിയിൽ കൊണ്ടാക്കായിരുന്നു. അവര് എന്ത് ചെയ്യുകയാണെന്ന് മാത്രം ചോദിച്ചു എന്റെ അടുത്തും മനുവിന്റെ അടുത്തും. എന്നിട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ കൊണ്ട് ഒരു കടലാസ് കൊടുക്കുക ചെയ്തത്. മറ്റേ എന്താണ് അയാളെ പേര് കിട്ടുന്നില്ല, അവർക്ക് ഒരു കടലാസ് കൊടുക്കാൻ പറഞ്ഞ് ഞങ്ങൾ കൊണ്ട് കൊടുത്തു. ഈ പിന്നെ മറ്റേ മെമ്പറിനെ കാണാനും പറഞ്ഞു. പുഷ്പയ്ക്ക് അല്ലാണ്ട് മറ്റു പലർക്കും ഇതുപോലെ ജീവന് പേടിയുണ്ടായിരുന്നു, കൊല്ലുമോ എന്ന ഭയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേർ അങ്ങനെ താങ്കൾ അനുഭവിച്ച അതേ വിഷമത്തിലായിരുന്നു. അല്ല അവര് പറഞ്ഞ കുറച്ച് ദൂരമാണ്, ഞാനല്ലേ അവര് വീട്ടിന് മുമ്പിൽ അയാളുടെ. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര പേടിയായത്. അവര് പറഞ്ഞു ശ്രദ്ധിക്കണ്ട, നീ അങ്ങനെയൊന്നും ശ്രദ്ധിക്കണ്ട, നിനക്ക് വലിയ അജ്ഞാനമാണ്, അങ്ങനെയാണ് അവൻ നല്ലൊരു മാനസാന്തരത്തിലേക്ക് വന്നിരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. അവരൊക്കെ ദൂരെ സൂക്ഷിക്കാനൊക്കെ ആൾക്കാരുണ്ട്. അപ്പൊ എനിക്കായിരുന്നു ഭയങ്കര കരുതലും പേടി. എന്താ സജി ചേച്ചിന്റെ എല്ലാം അറിഞ്ഞതും കണ്ടതൊക്കെ ഞങ്ങൾ. എന്താണ് പുഷ്പയോട് ഒരു വിരോധമുണ്ടാകാൻ, സജിതയെ കഴിഞ്ഞാൽ പിന്നെ താങ്കളോട് വിരോധമുണ്ടാകാനുള്ള കാരണം എന്താ? വിരോധമുണ്ടാകാൻ ഇതിപ്പോ മരിച്ചു, സജി ചേച്ചി മരിച്ചിട്ട് ഞങ്ങളാണ് രണ്ടുപേരും, ഞാനും എന്റെ ആങ്ങളെയുമാണ് പോയി നോക്കിയത്. ഞങ്ങൾ വന്ന ശേഷമാണ് അയാളെ വീട് വിട്ട് ചെരുപ്പെടുത്ത് വീട് ഇറങ്ങിയതേ ഞങ്ങൾ വന്ന ശേഷമാണ്. സജി ചേച്ചി എവിടെയാന്ന് ഞാൻ ചോദിച്ചപ്പോ സജി ചേച്ചിന് ചെരുപ്പുണ്ട്, മുളക് മല്ലിയൊക്കെ വെളിയിൽ കിടക്കുന്നത്, സജി ചേച്ചി ഇല്ല പറഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോ അയാൾ അപ്പോഴാണ് ആ സ്റ്റെപ്പ് പടിവിട്ട് ഇറങ്ങിയത്. ഇപ്പൊ അല്ല സജിത എന്നുള്ള ഒരു ഇതല്ലേ. പിന്നെ അവര് വീട്ടില് വിലാസിനിയായിട്ട് ഞങ്ങൾ അടുത്തടുത്ത് തൊട്ട വീടാണ്. അപ്പൊ അങ്ങനെ തൊട്ട വീടാകുമ്പോ ഞങ്ങൾക്ക് എന്താ പറയാ, ഞങ്ങളെ അയൽക്കൂട്ടത്തില് ഒരു ഇതുമാണ്, ഞങ്ങൾക്ക് പണിയൊക്കെ തന്നിട്ട് ഇരിക്കുന്നവളാണ്. അപ്പൊ അതൊക്കെയാണ് അവർക്ക് പക. എന്റെ ഭാര്യ നിങ്ങളായിട്ടാണ് പോയത്, നിങ്ങളാണ് പ്രശ്നക്കാര്, പിന്നെ നിങ്ങൾ മന്ത്രവാദികളാണ്, മന്ത്രം ചെയ്യാൻ പോകണം, എന്റെ കുടുംബം നശിപ്പിച്ചു എന്നൊക്കെയാണ് അയാളുടെ ധാരണ എന്നാണ് ആദ്യത്തെ പറച്ചില്. ഇപ്പൊ അതൊന്നുമല്ല, ഇപ്പൊ എല്ലാവരെയും കൊല്ലണം എന്നുള്ള ധാരണ മാത്രമേ ഉള്ളൂ അയാൾക്ക്. ഒരു വലിയ അന്ധവിശ്വാസിയായിരുന്നു പ്രതികരണം. എന്റെ മകളിന് അത് സജി മരിക്കുമ്പോഴായിരുന്നു അങ്ങനെ. എന്റെ മകൾക്കായിരുന്നു ആദ്യത്തെ ഭീഷണി. രണ്ടാമതാണ് സജിതനെ കൊന്നത്. പിന്നെ വന്ന ഭീഷണിയാണ് ഇങ്ങനെ.
പിന്നെ നിന്നെ അവളെ വിട്ടിട്ട് ഇവളെ കൊല്ലായിരുന്നു ഇപ്പൊ ഇറങ്ങിയ ശേഷം പറഞ്ഞതാണ് അയാൾ അങ്ങനെ. ഇപ്പോ ഈ സംഭവം നടക്കുമ്പോൾ താങ്കൾ വീട്ടിലുണ്ടായിരുന്നോ? അവര് ഏട്ടന്റെ അടുത്ത് ഇല്ല അല്ല ഈ സംഭവം നടക്കുമ്പോ ഞാൻ 2 മിനിറ്റിന് മുമ്പാ ഞാൻ നെന്മാറയ്ക്ക് പള്ളിയിൽ പോയി. ഞാൻ 9:45 വണ്ടിക്ക് ഞാൻ പോയി. 9:30 ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അയാൾ അവിടെ നിൽക്കണ്ടായിരുന്നു. എന്നെ ശ്രദ്ധിക്കണ്ടെന്ന് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു. അയാൾ എന്ത് ചെയ്യണോ, നീ ഒന്ന് ശ്രദ്ധിക്കാൻ പോണ്ടാ പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല. അയാൾ അവിടെ നിൽക്കണത് മാത്രം ഞാനൊരു കണ്ണുകൊണ്ട് കണ്ടിട്ട് ഓടി വന്ന് അമ്മായിന്റെ മകളുടെ വീട്ടിൽ കയറി ഡ്രസ്സ് മാറി ഞാൻ പോയി. കുറച്ചു നേരം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇതങ്ങനെ വെട്ടി 2 പേരിനെ കൊലപ്പെടുത്തിയിരിക്കണു എന്ന് പറഞ്ഞത്. ഈ ഞാനുണ്ടെങ്കിൽ എന്റെ വീട്ടിന് മുമ്പിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ഇയാൾ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞതിന് മുതൽ നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ പോലും പേടിയായിരുന്നോ? പിന്നീട് ഒറ്റയ്ക്കൊക്കെ ആകുന്ന അവസ്ഥ ഭയാനകമായിരുന്നു. പിന്നെ ഞാൻ വാതിലടച്ച് വെക്കാം. വാതിലടച്ച് വെക്കും. എന്നിട്ട് ഈ ഗ്ലാസ്സിൽ കൂടെ ഇയാൾ എങ്ങനെ ആക്ഷൻ കാണിക്കുക. അപ്പൊ വാതിലടച്ച് കുട്ടി സ്കൂളിൽ പോകുമ്പോ അമ്മ വാതിലടച്ച് വെക്കുക, അമ്മ വെളിയിൽ ഇരിക്കണ്ട, അല്ലെങ്കിൽ മേമന്റെ അവിടെ പോയി ഇരിക്കുക, അമ്മ ഒറ്റയ്ക്ക് ഇരിക്കണ്ട പറയും. അപ്പൊ ഞാൻ പള്ളിയുള്ളത് കണ്ട് ഞാൻ പള്ളിയിൽ പോയി. ശരി, ദയവായി തുടരുക.